വളരെ എളുപ്പത്തിലൊരു റാഗി നീർദോശ ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്കത് സോക്ക് ചെയ്യാൻ വെക്കുകയോ ഒരു പരിപാടിയും വേണ്ട. ആകെ വേണ്ടത് റാഗി പൊടിയും പിന്നെ അതാ കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തത്, കറിവേപ്പില കട്ട് ചെയ്തത്, പച്ചമുളക് നമുക്ക് കഴിക്കാൻ അതിൻ്റെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനത് പെറുക്കി കളയും, അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലാണ് മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണോളം റാഗി ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഇടുക. ഉപ്പ് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി പോരാ, നമുക്ക് കുറച്ചും കൂടെ ലൂസാവണം. അപ്പോൾ നമ്മുടെ ദോശയുടെ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ആ ഒരു നോർമൽ നീർദോശ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരണേ. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അതുപോലെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് നെയ്യ് ഒന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ അരിക്കൊക്കെ വിട്ട് വരുന്ന കാണുമ്പോഴേക്കും നമുക്കത് മറിച്ചിടാവേ. മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയാണ് ഈ നീർദോശയുടെ കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടും വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്